1/3/4 ദശാംശ രൂപം എത്ര? നമുക്കൊരു മിശ്ര ഭിന്നം തന്നിട്ട് മിക്സഡ് ഫ്രാക്ഷൻ, ഇതിനെ ഡെസിമൽ ഫോമിലാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ മിശ്ര ഭിന്നത്തെ മാറ്റാം. എങ്ങനെ മാറ്റുക? ഈ 1 കൊണ്ട് 4 ഗുണിക്കുക, എന്നിട്ട് 3 കൂട്ടുക. 1 കൊണ്ട് 4 ഗുണിക്കുക, 1 4 4, എന്നിട്ട് ഈ 3 കൂട്ടുക, 4 3 7. ആ കിട്ടുന്നത് അംശമായിട്ട് എഴുതിയിട്ട് ഛേദം ഇത് തന്നെ എഴുതുക. അവിടുത്തെ ഛേദം 4. അപ്പോൾ നമുക്ക് 1/3/4 എങ്ങനെ എഴുതാം? 7/4. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഈ കണക്ക് 2 തരത്തിൽ ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട് ഈ കണക്ക് 2 രീതിയിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ അംശം ഉള്ളിലിട്ട് ഛേദം പുറത്തോട്ട് ഹരിക്കാം. അംശം ഉള്ളിലിട്ട് ഛേദം പുറത്തോട്ട് ഹരിക്കാം. അപ്പോൾ 7 ഉള്ളിലിട്ട് 4 പുറത്തോട്ട് ഹരിക്കുകയാണ്. 7 ഉള്ളിലെഴുതി 4 പുറത്തിട്ടു. 7 4 ഒരു തവണ, 7 4 ഒരു തവണ, 1 4 4, 7 4 കുറച്ചാൽ 3. നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ ഇറക്കിയിടാൻ സംഖ്യകളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ 3 7 4 കുറച്ചാൽ 3 പൂവില്ല, 4 പൂവില്ലല്ലോ. അപ്പോൾ ഒരു 0 ചേർക്കുകയാണ്. 0 ചേർക്കുമ്പോൾ അവിടെ ഡെസിമൽ ഇട്ടു. എന്നിട്ട് 30 എത്ര 4? 7 4 28. 30 28 കുറച്ചു 2. വീണ്ടും നമ്മൾ 0 ചേർക്കുന്നു. ഈ ഹരണം കഴിയുന്നവരെ 0 ചേർത്തുകൊണ്ടേ പോവുകയാണ്. 0 ചേർക്കുന്നു. 20 4 I 4 20. നമുക്ക് ഉത്തരം കിട്ടി 1.75. മറ്റൊരു രീതി നമുക്ക് ഈ 7/4 എന്നുള്ളല്ലോ, ഈ 7/4 നമുക്ക് 25/25 കൊണ്ട് ഗുണിക്കാം. അതായത് ഇപ്പോൾ ഗുണിക്കുമ്പോൾ നോക്കൂ, അംശങ്ങൾ ഗുണിക്കുമ്പോൾ 7 25 175, 4 25 100. ഇപ്പോൾ ഛേദം എന്തായി മാറി? ഛേദം 100ആയി. നമുക്ക് 10 100 1000 ഇങ്ങനെയുള്ള സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ എളുപ്പ വഴിയുണ്ട് അല്ലേ? ഛേദം 10 100 1000 അങ്ങനത്തൊക്കെ വന്നാൽ എളുപ്പത്തിൽ ഹരിക്കാം. അതുകൊണ്ട് ഈ 4നെ 100 ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? 25 കൊണ്ട് ഗുണിച്ചത്. ഈ 4 100 ആവാൻ 25 കൊണ്ട് ഗുണിച്ചു. പക്ഷേ ഛേദത്തിനെ മാത്രമായിട്ട് നമ്മൾ ഗുണിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അംശത്തിന് ഛേദത്തെ ഗുണിച്ചു. അപ്പോൾ നമുക്ക് 175/100 കിട്ടി. ഇനി 100 കൊണ്ട് ഹരിക്കാൻ എന്താ എളുപ്പ വഴി? 100ൽ 2 പൂജ്യമാണ്. അപ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കുക. 100ൽ 2 പൂജ്യമാണ്. 2 ദശാംശ സ്ഥാനം നീക്കി ലെഫ്റ്റിലോക്ക് ഇടത്തോട്ട് നീക്കി കുത്തിടുക. അപ്പോൾ എന്ത് വരും? 1.75. നമ്മൾ ആദ്യ രീതിയിൽ ചെയ്തപ്പോഴും 1.75 ആണ്.